നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഉത്സവകാലത്തുള്ള വിമാന കമ്പനികളുടെ തീവെട്ടിക്കൊള്ളയ്ക്ക് ഒരു മാറ്റവുമില്ല. പ്രവാസികളെ പിഴിയുന്ന ഈ നടപടി ഒരു മാറ്റവും കൂടാതെ ഇപ്പോഴും തുടരുകയാണ്. ക്രിസ്മസും ന്യൂ ഇയറും അവധിയും എല്ലാം ഒരുമിച്ചെത്തിയതോടെ വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇത് സാധാരണക്കാരായ പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇവർ നാട്ടിലേക്ക് പോകാൻ അതിനാൽ മടിക്കുകയാണ്. ചിലർ യാത്ര മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരട്ടിയിലധികമായി വർദ്ധിച്ച ടിക്കറ്റ് നിരക്കാണ് പ്രവാസികളെ നാട്ടിലേക്കുള്ള യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ കുവൈത്തിൽ നിന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കും ഇതേ സ്ഥിതിവിശേഷമാണ്. ഓണക്കാലത്തോളം ഉയർന്നിട്ടില്ലെങ്കിലും അതിന് അടുത്തെത്തുന്ന തരത്തിലാണ് ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നത്. കുവൈത്തിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കെല്ലാം വിമാന നിരക്കുകൾ ഉയർന്നു കഴിഞ്ഞു. കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും 10,000-ന് മുകളിലേക്ക് ടിക്കറ്റ് നിരക്ക് ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിലേക്ക് 24,000 വരെയും തിരുവനന്തപുരത്തേക്ക് 30,000 വരെയും വിവിധ ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നിട്ടുണ്ട്. തിരക്കുള്ള ദിവസങ്ങളിൽ പതിവ് നിരക്കിൽ നിന്ന് ഇരട്ടിയോളമാണ് തിരുവനന്തപുരത്തേക്ക് ഉയർന്നത്. ഈ മാസം അവസാനത്തിലും ജനുവരി ആദ്യവാരത്തിലും നാട്ടിൽ നിന്ന് കുവൈത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കും ഉയർന്നിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞ മലയാളികൾ തിരിച്ചു വരുന്ന സമയമാണിത്. അതേസമയം ജനുവരി ആദ്യവാരം കുവൈത്തിൽ നിന്ന് നാട്ടിലേക്കുള്ള നിരക്കിൽ വലിയ കുറവ് ഉണ്ട്. കുവൈത്ത് കോഴിക്കോട് 42 ദിനാർ, കണ്ണൂരിലേക്ക് 40 ദിനാർ എന്നിങ്ങനെ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ഈ സമയം നാട്ടിലെത്താം. ഫെബ്രുവരി, മാർച്ച് ആദ്യവാരങ്ങളിലും കുറഞ്ഞ നിരക്കാണ്. കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ, കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ, ഗോഫസ്, കൊച്ചിയിലേക്ക് ഇൻഡിഗോ, ജസീറ എയർവേസ്, തിരുവനന്തപുരത്തേക്ക് ജസീറ, കുവൈറ്റ് എയർവേസ് എന്നിവയാണ് സർവീസ് നടത്തുന്നത്. അതേസമയം UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിലും 5 ഇരട്ടിയിലേറെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബറിൽ 6,000 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വിമാന ടിക്കറ്റിന് ഇപ്പോൾ ശരാശരി 28,000 രൂപയിലേറെ നൽകണം. നിരക്ക് വർധനവ് എല്ലാ എയർലൈനുകളും നടപ്പാക്കി കഴിഞ്ഞു. ക്രിസ്മസിന് നാട്ടിലേക്ക് പ്രത്യേക നിരക്ക് പ്രഖ്യാപിച്ച എയർ ഇന്ത്യ പോലും അതിനേക്കാൾ ഇരട്ടിയിലേറെ തുകയാണ് ഈടാക്കുന്നത്. UAE-യിൽ ശൈത്യകാല അവധി ആരംഭിച്ചതും ക്രിസ്മസ്, പുതുവർഷ ആഘോഷത്തിനായി നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണവും കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ ഈ വർധനവ്. ജനുവരി 2-നാണ് സ്കൂളുകൾ തുറക്കുക. അതുകൊണ്ട് തന്നെ ഉയർന്ന നിരക്ക് ജനുവരി പകുതി വരെ തുടരും. UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങളിൽ, കണക്ഷൻ വിമാനങ്ങളിൽ മറ്റ് സെക്ടറുകൾ വഴി യാത്ര ചെയ്യണമെങ്കിലും ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. ടിക്കറ്റുകൾ ലഭ്യമാണെങ്കിലും ജനുവരിയിൽ UAE-യിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന ഭൂരിഭാഗം വിമാനങ്ങളിലും സീറ്റില്ല. കണക്ഷൻ വിമാനങ്ങളിൽ മറ്റ് സെക്ടറുകൾ വഴി യാത്ര ചെയ്യണമെങ്കിലും ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.